ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിലോപ്പിയ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മീൻ നന്നായി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ വറക്കാനായിട്ട് മസാല തേക്കുമ്പോൾ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വറക്കാനായിട്ട് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി ഈ മസാല നമുക്ക് മീനുമല്ലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീൻ നന്നായി വരഞ്ഞെടുത്ത ഭാഗത്തും മീനിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നന്നായി തേച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. മസാല വരട്ടിയതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലാണ് 1 മണിക്കൂർ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് മസാല നന്നായി പിടിച്ച് കിട്ടും. അപ്പോൾ ഈ മസാല തേച്ചേക്കണം മീനിൻ്റെ മുകളിലായിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. ആ പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് മീൻ വറുത്തെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മീൻ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. 2 സൈഡും വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. വെന്തതിന് ശേഷം നമുക്ക് മീൻ കോരി മാറ്റാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കണം ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് മസാല തയ്യാറാക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത്. പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ചെറിയ പീസാക്കിയാണ് എരിഞ്ഞെടുത്തേക്കുന്നത്. സവാള ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയും ചെറിയ പീസാക്കിയാണ് എരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വരണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം,
ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം നമുക്ക് വാഴയില എടുക്കാം. വാഴയില നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. വാഴയില ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് മസാല നമുക്ക് അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കുക. മീനിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് കൂടുതൽ വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് വാഴയില പൊതിഞ്ഞ് കെട്ടണം. അതിന് വേണ്ടിയിട്ട് 2 സൈഡും മടക്കിയിട്ട് നമുക്ക് കെട്ടാം. അപ്പോൾ ഞാനിപ്പോൾ വാഴയിലയുടെ ആ തണ്ട് തന്നെയാണ് ഇവിടെ കെട്ടാനെടുത്തേക്കണത്. അപ്പോൾ അഴിഞ്ഞു പോകാത്ത വിധത്തിൽ നല്ലോണം കെട്ടിവെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊതിഞ്ഞ് വെച്ചേക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ മീനും മസാലയൊക്കെ കരിഞ്ഞു പോകും. ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കുക. ഇതൊരു ഏകദേശം 1 മിനിറ്റ് വെന്താൽ മതി. പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. അപ്പം അധികം നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളെല്ലാവരും വേവിച്ചെടുത്തതല്ല. അപ്പം മസാല മീനുമലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. മറിച്ചിട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മസാലയും മീനും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്ക് ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.